ഇന്നും തുടർന്നും ദൈവവചനത്തിനായി നമുക്ക് ആമേൻ ഹല്ലേലൂയ എഫേസ്യർ ലേഖനം ആമേൻ വളരെ സുപരിചിതമായ ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫേസ്യ ലേഖനം 5 ആമേൻ 17 മുതൽ ഉള്ള വാക്യത്തെ നമുക്ക് വായിക്കാം. 16 മുതൽ വായിക്കാം, കുഴപ്പമില്ല. ആമേൻ ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 15-16 മുതൽ ഞാൻ ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 17 മുതലുള്ള വാക്യമാണ്. പക്ഷേ എന്നാലും 16 അതിന് ആമേൻ ഒരു ഇൻട്രഡക്ഷൻ തരും എന്ന വിധത്തിൽ ഞാൻ ആ വാക്യങ്ങൾ ആമേൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് കൊല്ലുവേൻ. മതി 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 മതി. ഇത് ദുഷ്കാലമാകയാൽ സമയത്തെ തക്കവണ്ണം ഉപയോഗിച്ച് കൊള്ളുവേൻ. നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവേ, ഈ മാറ്റമില്ലാത്ത ദൈവവചനത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ വചനത്തെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ കൂടെ നീ ഞങ്ങളോട് സംസാരിക്കണം, സന്നിധി ബോധം വരുത്തണം. നിന്റെ കരങ്ങളിൽ താഴ്ത്തട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്ന് പകലിലും നാം വായിച്ചത് ആമേൻ എഫേസ്യ ലേഖനം 5-16 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് പകലിൽ ചിന്തിക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ വാക്യം നമ്മളത് വായിച്ചു. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ചാട്ടെ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ആമേൻ. ഇത് ദുഷ്കാലമാകയാൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവേൻ. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇരുന്നു കൊണ്ട് വേണം താഴോട്ടുള്ള ദൈവവചനം നമുക്ക് ഇന്ന് പകലിൽ ചിന്തിപ്പാനുള്ളത്. ആമേൻ. എന്ന് പറഞ്ഞാൽ ഇതൊരു ദുഷ്കാലമാണ്. ആമേൻ. പ്രാരംഭമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ദുഷ്കാലമാണ്. ഈ ദുഷ്കാലത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ, അതിൽ എന്തു വേണേലും സംഭവിക്കാം. ആമേൻ. ആർക്കും ആമേൻ ഹല്ലേലൂയ എന്തും നടക്കുമെന്ന് പ്രവചിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ആമേൻ. അത് മറക്കരുത്. അതുകൊണ്ടാണ് ആമേൻ അവിടെ ദൈവവചനത്തിൽ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയത്തെ ആമേൻ ഹല്ലേലൂയ തക്കത്തിൽ ഉപയോഗിച്ച് കൊല്ലുവീൻ. ആമേൻ ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ആമേൻ എന്താകും? നമുക്ക് പ്രശ്നവും പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടും. ആമേൻ. ആ ഒരു അടിസ്ഥാനത്തെ നമ്മൾ ഓർത്തുകൊള്ളണം. ഇതൊരു ദുഷ്കാലമാണ്. നാം നമ്മുടെ സമയത്തെ വളരെ ശ്രദ്ധപൂർവ്വം നാം ഉപയോഗിക്കണം. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് എഫേസ്യർക്ക് എന്തുവാണ് പറയുന്നത്? 17 മുതലുള്ള വാക്യം നമുക്ക് വായിക്കാം. 17 പൗലോസ് എന്തുവാണ് പറയുന്നത്? വായിച്ചാട്ടെ. ബുദ്ധിഹീനരാകാതെ നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ ആമേൻ ആ വാക്യം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ബുദ്ധിഹീനർ ആകാതെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ആമേൻ ഹല്ലേലൂയ ഗ്രഹിക്കാത്തവൻ ആരാ? ബുദ്ധിഹീനനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ബുദ്ധിയുള്ള വ്യക്തി. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം ഇന്നതാണെന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത ഏത് വ്യക്തിയും അവന് ബുദ്ധിശൂന്യനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. അതാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും നാം ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാതെ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്ന പലതും നാം അന്വേഷിക്കുകയും ദൈവം അത് നമുക്ക് തരുമ്പോൾ നാം ചിന്തിക്കുന്നു നമ്മുടെ ഇഷ്ടമെല്ലാം ദൈവം തരുന്ന. എല്ലാ കാര്യവും അല്ല. ചില കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹിതവും ഒന്നായിരിക്കും. ചിലപ്പോൾ ദൈവം നമ്മൾ ഇഷ്ടപ്പെടുന്നത് ദൈവം നമുക്കൊരു റിവാർഡായി തരുന്നതായിരിക്കാം. പക്ഷെ ഇവിടെ പൗലോസ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ഇഷ്ടം ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നാം
ഗ്രഹിക്കണം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇംഗ്ലീഷിലെ വാക്യം അങ്ങനെ പറയുന്നത്, wherefore be ye not unwise but understanding what the will of the Lord. ആമേൻ, ഹല്ലേലൂയ. ദൈവഹിതം ഇന്നതെന്ന് എന്ത് ചെയ്യണം? ഗ്രഹിക്കണം. അതാ വളരെ അത്യാവശ്യം. ഈ ലോകത്തിൽ അനേകം പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്, അനേക ആവശ്യങ്ങളും ഈ ഭൂമിയിലുണ്ട്. പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിന് തക്കയാണോ നമ്മുടെ ആഗ്രഹം എന്ന് പകലിൽ നാം ചിന്തിച്ചുകൊണ്ട് വേണം ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ. ആമേൻ. അടുത്തത് പൗലോസ് പറയുന്നത്, ആമേൻ, വാക്യം 18-ാം വാക്യം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വചനം അതാണ്. ആമേൻ. ആത്മാവ് നിറഞ്ഞവരായി. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ആമേൻ. ഇതിലൊത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകലിൽ ഇതെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിൽ ഒരു കാര്യം മാത്രമാണ് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായി. അതാണ് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ആത്മാവ് നിറഞ്ഞവരായി തീരണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി ആണ് ഇരിക്കുന്നത്. ലോകത്തിലുള്ള സകലരും ആത്മാവ് നിറഞ്ഞവരാ. പക്ഷേ ഇന്ന് പകലിൽ ചോദ്യം, ആമേൻ, ഏത് ആത്മാവ് നിറഞ്ഞവരാണെന്ന. ഒരിക്കലും ഒരു മനുഷ്യരും എംപ്റ്റി ആയിരിക്കുവാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ, ഒരു ആത്മാവിൻ്റെ നിറവില്ലാതെ ഒരു മനുഷ്യരുമില്ല. പിന്നെ പകുതി പരിശുദ്ധാത്മാവും പകുതി മറ്റേ ആത്മാവും നിറഞ്ഞവരായും ഇരിക്കുവാൻ പറ്റത്തില്ല. ഒന്നീ പൂർണ്ണമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായോ, അല്ലെങ്കിൽ പൂർണ്ണമായി ഈ ലോകത്തിൻ്റെ അധിപതിയുടെ ആത്മാവ് നിറഞ്ഞവരായോ മാത്രമേ ഇരിക്കുവാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ വീഴ്ച പലപ്പോഴും നമുക്ക് നന്നായി പാടും, നമ്മൾ നന്നായി പ്രാർത്ഥിക്കും, വചനം വായിക്കും. എന്തുകൊണ്ട്? ഒരു സ്റ്റെപ്പ് മുകളിൽ പോയി നമ്മൾ വചനം ശുശ്രൂഷിക്കുക വേണേലും ചെയ്യാം. നമ്മെക്കാട്ടിലും ദൈവവചനത്തെ നന്നായി വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ് പിശാചൻ. അതുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിക്കുമ്പോൾ ദൈവവചനം എടുത്ത് അവൻ ദൈവത്തെ പരീക്ഷിച്ചത്. ഹവ്വയെ പരീക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് ഹവ്വയെ പരീക്ഷിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി, അവനെ ലോകത്തിൽ ഒരു ശക്തിക്കും തകർക്കുവാൻ പറ്റത്തില്ല. നാം പലപ്പോഴും തളർന്നു പോകും. പക്ഷേ നമ്മെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ്. നമ്മെ ശക്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഈ ലോകത്ത് നമുക്ക് ഒറ്റയ്ക്ക് പൊരുതുവാൻ പറ്റത്തില്ലെന്ന് നന്നായി മനസ്സിലാക്കിയത് കർത്താവാണ്. നാം ആത്മാവിൽ നിറഞ്ഞവരായി നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം പരാജയത്തിലേക്ക് കടന്നു പോകും. നാം നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം,
പൗലോസ് ആമേൻ ഹല്ലേലൂയ പഴയ നിയമത്തിന്റെ പണ്ഡിതനായ ആമേൻ ഹല്ലേലൂയ തൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവും ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി എരിഞ്ഞു തീരുവാൻ ആഗ്രഹിച്ച ഒരു അപ്പോസ്തലനായ പൗലോസ് ആമേൻ പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. എനിക്ക് ബുദ്ധിയിലും പ്രാർത്ഥിക്കുവാൻ അറിയാം, ആത്മാവിലും പ്രാർത്ഥിക്കുവാൻ അറിയാം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ബുദ്ധിയുടെ പ്രാർത്ഥനയാണ് ആമേൻ ഹല്ലേലൂയ. പക്ഷേ ഒരു ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീക പൈതലിൻ്റെ പ്രാർത്ഥനയോ ആമേൻ അത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുവാനിടയായി ആമേൻ ഹല്ലേലൂയ ഒരു ക്രിസ്തീയ പൈതൽ എല്ലാ ദിവസവും ആമേൻ മിനിമം ഒരു 10 മിനിറ്റേലും ഈ കാൽവറിയെക്കുറിച്ച് ധ്യാനിക്കണമെന്ന്. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ഒരു ക്രിസ്തീയ പൈതൽ, വീണ്ടും ജനിച്ച പൈതൽ, വീണ്ടും ആമേൻ ഹല്ലേലൂയ കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ട ആമേൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട പൈതലോ ആമേൻ ഹല്ലേലൂയ ഒരു ദിവസം മിനിമം ഒരു 10 മിനിറ്റേലും ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അന്യഭാഷയിൽ ആമേൻ ദൈവത്തെ ഏകനായി പ്രാർത്ഥിക്കുന്ന ഒരു പൈതലാണോ, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകത്തില്ല. ആമേൻ. ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ ലോകത്തിൽ ഒന്നിനെയും തകർക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ടാ കർത്താവ് ആമേൻ ഹല്ലേലൂയ അതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് അയക്കുന്നതിന് മുൻപിൽ ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് ആമേൻ ഹല്ലേലൂയ ആ ഒരു ഗ്രാമത്തിലേക്ക് കടന്നുപോയി ശുശ്രൂഷിക്കുവാൻ വേണ്ടി പറഞ്ഞു. അവർ പോയി ശുശ്രൂഷിച്ചേച്ച് മടങ്ങി വന്നേച്ച് ആമേൻ ഹല്ലേലൂയ അവർ കർത്താവ് അവരോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ശുശ്രൂഷയൊക്കെ? അവർ പറഞ്ഞു, കർത്താവേ ഭയങ്കര അത്ഭുതമായിരുന്നു, രോഗികൾ സൗഖ്യമായി, മുടന്തർ നടന്നു, അത്ഭുതവും അതിശയങ്ങളൊക്കെ ചെയ്തു. കർത്താവ് എന്തോ മറുപടി പറഞ്ഞെന്നറിയാവോ? കർത്താവ് എന്താ പറഞ്ഞേ? പിശാചികൾ നിങ്ങളെ ഭയപ്പെടുന്നതോ രോഗികൾ സൗഖ്യമാക്കുന്നതോ അല്ല വിഷയം. എന്തുവാ വിഷയം? നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ് വിഷയം. നമ്മൾ എത്ര പേരെ രക്ഷിക്കപ്പെടുത്തി എന്നുള്ളതല്ല വിഷയം. അത് നല്ലതാണ്, ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും അതിനു വേണ്ടിയാ ആമേൻ ഈ സുവിശേഷം പറയുവാൻ. പക്ഷേ ആ സുവിശേഷത്തെ പറയുവാൻ, ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ആ ഒരു ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ആ സുവിശേഷത്തെ ജനത്തിലെത്തിപ്പാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ആമേൻ ഹല്ലേലൂയ. പൗലോസ് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ആമേൻ ഹല്ലേലൂയ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ നിറഞ്ഞ ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എനിക്കത് സാധ്യമാകൂ. എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ആമേൻ ഹല്ലേലൂയ എന്നെ ശക്തനാക്കുന്ന ആ പരിശുദ്ധാത്മാവ്, അതാണ് ആത്മാവിൽ നിറഞ്ഞുള്ളവരായി നിൽക്കുവാൻ വേണ്ടി പറയുന്നത്. ആമേൻ. That is why we need to be filled with the Holy Spirit. ആത്മാവിൽ നിറയാത്ത ഒരു കാര്യം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പോകരുത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ കൂടെ 3.5 കൊല്ലം നിന്നിട്ടും അനേക രോഗികളെ സൗഖ്യമാക്കുന്നത് കണ്ടിട്ടും അനേകർ ദൈവത്തിന് വേണ്ടി ആമേൻ അനേക അത്ഭുതങ്ങളെ കണ്ട ആമേൻ ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. ആമേൻ. കാരണം ആമേൻ ഹല്ലേലൂയ യു ഹാവ് ടു വെയിറ്റ്. നിങ്ങളിവിടെ കാത്തിരിക്കണം, നിങ്ങളിവിടെ കാത്തിരിക്കണം. കാരണം നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നിങ്ങളെ ശക്തീകരിക്കുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. യെസ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തീകരിക്കപ്പെടൂ. ആമേൻ ഹല്ലേലൂയ. മത്തായി സുവിശേഷം 28 അവസാന വാക്യത്തിൽ ആമേൻ അവർക്കാകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി ആമേൻ സകല ജാതികളെ ശിഷ്യന്മാരാക്കുവിൻ എന്ന് അധികാരം കൊടുത്തപ്പോൾ, where the authority is in Matthew 28, the power is in Acts 1.
ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അധികാരം മത്തായി സുവിശേഷം 28 കൊടുത്തപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അധികാരം, ആമേൻ, ഹല്ലേലൂയ, പോരാ, അതിനോടൊപ്പം ശക്തി വേണം. അതിന്റെ പരിശുദ്ധാത്മാവിന് കാത്തു നിൽക്കണം. ആമേൻ, ഹല്ലേലൂയ. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോഴോ, ദൈവത്തെ ആരാധിക്കുമ്പോഴോ, ദൈവവചനം പഠിപ്പിക്കുമ്പോഴോ, ആമേൻ, ഹല്ലേലൂയ, നാം വിശ്വസിക്കുന്ന, നാം ഇല്ലെങ്കിൽ നമുക്കുള്ള ശക്തി പോരാ, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ ആ മാറ്റമില്ലാത്ത ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കാത്ത ഒരു വ്യക്തിക്കും, ആമേൻ, തന്റെ ശുശ്രൂഷയെ പൂർണ്ണമായി ചെയ്തെടുക്കുവാൻ പറ്റത്തില്ലെന്ന് ഇന്ന് പകലിൽ ഒരിക്കൽ കൂടി ഞാനത് വളരെ ശക്തമായി പറയട്ടെ. പഠിച്ച ദൈവവചനത്തിന്റെ പാണ്ഡിത്യത്തിനല്ല, ആമേൻ, ഹല്ലേലൂയ, എടുത്തിരിക്കുന്ന ദൈവവചനത്തിന്റെ ആഴത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ധ്യാനിച്ച ദൈവവചനമല്ല, പരിശുദ്ധാത്മാവാണ്. ഈ വചനം എഴുതിയ പരിശുദ്ധാത്മാവിനെ പോലെ വ്യാഖ്യാനിപ്പാൻ കഴിവുള്ള വേറെ ഒന്ന് യാതൊരു ശക്തിയും ഈ ഭൂമിയിലില്ല. യെസ്, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആത്മാവിൽ നിറഞ്ഞുള്ളവരായി നമ്മൾ വായിച്ചതുപോലെ, ആമേൻ, ഹല്ലേലൂയ, ആത്മാവിൻ്റെ നിറവ്. യെസ്, ഒരു മനുഷ്യൻ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുവാണെങ്കിൽ, എപ്പോഴും ആത്മാവിൽ നിറഞ്ഞു നിൽക്കുവാണെങ്കിൽ, അവൻ ഗദർദേശത്തിൽ ഒരു മനുഷ്യനെ കാണുവാനിടയായി. അവനും ആത്മാവിൽ നിറഞ്ഞവനാ, പക്ഷേ അവനിൽ വ്യാപരിച്ചത് പരിശുദ്ധാത്മാവല്ല, അവനിൽ വ്യാപരിച്ചത് ഒരു ലഹിയോൻ എന്ന, ആമേൻ, ഹല്ലേലൂയ, അവൻ ഒരു ദുരാത്മാവായിരുന്നു. ദാവീദിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ ശൗലിൽ ദുരാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് മുൻപിൽ, ആമേൻ, ഹല്ലേലൂയ, ഒരു കാര്യം നാം ഓർത്തുകൊള്ളണം. യേശു തൻ്റെ ശിഷ്യന്മാർക്ക്, യേശുവിൻ്റെ ബൈബിൾ കോളേജിൽ 3.5 കൊല്ലം പഠിച്ച, ആമേൻ, ഹല്ലേലൂയ, ഗ്രാജുവേറ്റ് എടുത്ത, ആമേൻ, ഹല്ലേലൂയ, തൻ്റെ ശിഷ്യന്മാരെ, ഞാൻ ആ വാക്യം ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുവാനിടയാവും. യേശുവിൻ്റെ 12 ശിഷ്യന്മാരും അവർ ശിഷ്യന്മാരായിരുന്നു. എപ്പോഴുവരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നത് വരെയും അവർ ശിഷ്യന്മാരായിരുന്നു. അവരുടെ അഭിഷേകം പ്രാപിച്ച ശേഷം അവർ അപ്പോസ്തലന്മാരായി തീരുക. എൻ്റെ അർത്ഥം വേറെയൊന്നുമല്ല, ശിഷ്യൻ ഗുരു പറയുന്നതെല്ലാം കേൾക്കും, അനുസരിക്കും. അപ്പോസ്തലനോ ശിഷ്യൻ പറയുന്നതെല്ലാം കേൾക്കും, അനുസരിക്കും, പക്ഷേ അനേകരെ ശിഷ്യനാക്കി. അപ്പോൾ ഒരു ശിഷ്യൻ അപ്പോസ്തലനാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്. ശൗലിനെ കർത്താവിന് വിരോധമായി പോരാടുവാൻ, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ ഇരുന്നടന്ന ശൗലിനെ പൗലോസാക്കിയത്, അപ്പോസ്തലനാക്കിയത് ഈ പരിശുദ്ധാത്മാവാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ അവൻ്റെ കണ്ണ് തുറക്കൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ്റെ ചെവി തുറക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ്റെ വായ് തുറക്കും. ആമേൻ, ഹല്ലേലൂയ. ഒരു ബാല്യക്കാരുടെ സ്ത്രീ, ആമേൻ, ഹല്ലേലൂയ, ഒരു യുവതിയുടെ മുൻപിൽ യേശുവിനെ, ആമേൻ, ഹല്ലേലൂയ, തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ വായിനെ ശക്തീകരിച്ചത്, ആമേൻ, അന്ന്, ആമേൻ, 120 പേരുടെ ഇടയിൽ എഴുന്നേൽപ്പിച്ച്, ആമേൻ, ഹല്ലേലൂയ, ശക്തമായ സുവിശേഷം പറയിപ്പിച്ചത് പരിശുദ്ധാത്മാവ്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ഇത് പകലിൽ, ആമേൻ, ഹല്ലേലൂയ, ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തി, ആമേൻ, ഒരിക്കലും തളർന്നു പോകത്തില്ല. ഒരാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ ഏതവസ്ഥയിലും വീണു പോകത്തില്ല. അവനെ ശക്തീകരിക്കുന്ന, അവനെ ബലപ്പെടുത്തുന്ന, ഏതവസ്ഥയിൽ കൂടെ കടന്നു കൊണ്ടുപോകുവാൻ അവൻ്റെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാധ്യമാണ്.
നിങ്ങൾ അപ്പോസ്തലന്മാരുടെ മരണങ്ങൾ എടുത്തു നോക്കിക്കോ. ഒരുത്തർ പോലും ആമേൻ ഹല്ലേലൂയ ധീരമായി മരിച്ചില്ല. ഒരുവർ പോലും മരണത്തിന് മുൻപിൽ മുട്ടുപറച്ചില്ല. ഒരുവർ പോലും ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തീഷ്ണതയോടെ ആമേൻ ഹല്ലേലൂയ മരിക്കുമ്പോഴും ഒരാൾ പോലും വിറച്ചില്ല. കാരണം അവരെ ബലപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്, അവരെ തീഷ്ണതയാക്കിയത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് പകലിൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് തീഷ്ണത കുറയാൻ കാരണം, നമുക്ക് ആത്മീയമായ ശക്തി കുറയുവാൻ കാരണം, ഈ ലോകത്തിന്റെ പ്രയാസങ്ങൾ വൃത്തികളും കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ നാം ഒരു ശപിക്കപ്പെട്ടവരാണെന്നോ, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കൂടിയത് ആമേൻ ഹല്ലേലൂയ എന്തേ ഒരു പ്രയാസം കൊണ്ടാണോ, ഇല്ലെങ്കിൽ ശാപം കൊണ്ടാണോ എന്ന് ചിന്ത വരുവാൻ കാരണം നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് പകലിലും ആ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, അവൻ പരിശുദ്ധാത്മാവ് ഉള്ള സ്ഥലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ ഉണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ ഉണ്ടോ അവിടെ വിടുതലുണ്ട്. ഇന്ന് പകലിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിടുതൽ അനുഭവിക്കുന്നില്ലെങ്കിൽ ആമേൻ, ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ വിടുതൽ ഞാൻ അനുഭവിക്കുന്നില്ലെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ വിടുതൽ അനുഭവിക്കുന്നില്ലെങ്കിൽ എവിടോ കുഴപ്പമുണ്ട്. എന്നെ ഭരിക്കുന്നത്, എന്നെ ഉയർത്തുന്നത് ആമേൻ അത് പരിശുദ്ധാത്മാവല്ല, അത് വേറെന്തോ ആത്മാവാണ്. It is not the Holy Spirit which is leading me. ചിലപ്പോൾ ഞാൻ സുവിശേഷം പറയാം, ആമേൻ ഹല്ലേലൂയ, ചിലപ്പോൾ മണിക്കൂർ കണക്കിന് ഞാൻ പ്രാർത്ഥിക്കാം. എന്നെ തളർത്തുവാൻ ശ്രമിക്കുന്ന പലതും കാണും, പലപ്പോഴും നിരാശയിൽ പോകും. പക്ഷേ ദൈവഹിതത്തിനില്ലാത്ത ആമേൻ ഹല്ലേലൂയ ഒരു വാക്യന്റെ വായിൽ വരുവാൻ അനുവദിക്കരുത്. തൻ്റെ സകല സ്വത്തിനെ നഷ്ടപ്പെടുത്തി, തൻ്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ട യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ ഭാര്യയോട് പറയുക, ആമേൻ ഹല്ലേലൂയ, യു ആർ ടോക്കിംഗ് ലൈക്ക് എ ഫൂൾ. യെസ്, ഇന്ന് പകലിൽ ആമേൻ ഹല്ലേലൂയ മൂടനെ പോലല്ല നാം സംസാരിക്കേണ്ടത്. ആമേൻ, നമ്മൾ വായിച്ച വാക്യം അതാ. ആമേൻ ഹല്ലേലൂയ 16-ാം വാക്യം പറഞ്ഞു. ഹല്ലേലൂയ എന്താ? ദൈവത്തിൻ്റെ ആത്മാവ്. Oh, what a great verse is that. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത്? കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞിരിക്കുന്ന വ്യക്തി അവൻ എന്താ ചെയ്യുന്നത്? അടുത്ത വാക്യം വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തി എന്തുവാ ചെയ്യുന്നത്? ആത്മാവ് നിറഞ്ഞ സങ്കീർത്തനങ്ങളാലും, ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി സങ്കീർത്തനം കൊണ്ടും സ്തുതികൾ കൊണ്ടും ആത്മീയ ഗീതങ്ങൾ കൊണ്ടും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. മതി. If you are filled with the Holy Spirit, you will be meditating on the Psalms. If you are filled with the Holy Spirit, you will be singing spiritual songs. If you are filled with the Holy Spirit, you will be encouraging one another. ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തി സങ്കീർത്തനം കൊണ്ടും ആത്മീയ ഗീതങ്ങൾ കൊണ്ടും ഒരു മറ്റവനെയും എന്താ ചെയ്യുന്നത്? ആമേൻ ഹല്ലേലൂയ, അവനെ എൻകറേജ് ചെയ്യും. He will not be discouraged. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഭയങ്കര പാട്ടും പ്രാർത്ഥനയും, പക്ഷെ തളർന്നു പോവും. You need to check whether you have the right spirit. ആത്മാവിലുള്ള ഒരു വ്യക്തി തളരത്തില്ല. അവനെ ശക്തീകരിക്കുന്ന, അവനെ ബലപ്പെടുത്തുന്ന, അവനെ ബലപ്പെടുത്തി വഴി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിൽ അവൻ നിൽക്കുമ്പോൾ അവൻ ഒരിക്കലും തളർന്നു പോകത്തില്ല. അവൻ്റെ വായിൽ നിന്ന് അവൻ്റെ വായിൽ നിന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക്, അരുതാത്ത വാക്ക് അവൻ്റെ വായിൽ നിന്ന് വരികയില്ല. There will be no negativity.
നമ്മുടെ ശാപത്തെ ക്രിസ്തു കാൽവറിയിൽ യാഗമാക്കി എന്ന ഒരു ഉത്തമ ബോധം എന്നെ ഭരിക്കും. എൻ്റെ പ്രാർത്ഥന അതാണ്, പോസിറ്റിവിറ്റി. There will not be any negativity. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കും. സുവിശേഷമല്ല മാറ്റിവെക്ക്. കർത്താവ് പോലും പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരാതെ നീ സുവിശേഷം ചെയ്യരുതെന്നാ. വല്ലവരുടെ രോഗം കേട്ടിട്ടും വല്ലവരുടെ സാക്ഷ്യം കേട്ടിട്ടും അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ വാസ്തവമായി മനസ്സിലാക്കി ജീവിതത്തിൽ അനുഭവിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് വേണം സുവിശേഷം. First be filled with the Holy Spirit. ആമേൻ, ഹല്ലേലൂയ. ഏതിനെയും തകർക്കുവാൻ എന്നെ കൊണ്ട് കഴിവില്ല, എനിക്ക് സാധ്യമല്ല, ഞാൻ വെറും മനുഷ്യനാ. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ എന്നെ ശക്തനാക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അത് എന്നിൽ നിറയുമ്പോൾ ഞാൻ എന്തു ചെയ്യുമെന്ന് അവൻ എന്നെ കൊണ്ട് പറയുവാൻ പറ്റത്തില്ല. കാരണം ഞാനല്ല, എന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ് അത് ചെയ്തെടുക്കുന്നത്. It is not me. It is Holy Spirit. ആമേൻ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തി തളരുകയില്ല. പൗലോസിനെ കൊണ്ടുപോയി അഗ്രിപ്പാടെ മുൻപിൽ നിർത്തി അവൻ പറഞ്ഞു, നീ അധികം പഠിച്ചത് കൊണ്ട് ഭ്രാന്തായി പോയി നിനക്ക്. യു ആർ ബിക്കം, ആമേൻ, ഹല്ലേലൂയ, യു ബിക്കം മാഡ്. ദൈവത്തെ വാസ്തവമായി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്ന് പകലിൽ ദൈവത്തെ വാസ്തവമായി മനസ്സിലാക്കിയ വ്യക്തി ആമേൻ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കും. Be filled with the Holy Spirit. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ നിറച്ച് കർത്താവേ, എന്നെ നിറച്ചാട്ടെ, എൻ്റെ കുടുംബത്തെ നിറച്ചാട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളെ നിറച്ചാട്ടെ, എൻ്റെ സഭയെ നിറയ്ക്കും. Ask for the Holy Spirit. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ്റെ വായിൽ നിന്ന് ഒരിക്കലും ദൈവത്തിന് ഇതമില്ലാത്ത വാക്കുകൾ വരത്തില്ല. ഞാൻ പിന്നെ അത് പറയുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ വരത്തില്ല. അവനെ ആർക്കും തകർക്കുവാൻ പറ്റത്തില്ല. പകലിൽ ഓർത്തോ, wait for the Holy Spirit, then be filled with the Holy Spirit. ഈ ലോകത്തിൽ നമ്മൾ, അതുകൊണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് സുവിശേഷം കൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് മനുഷ്യനാൽ അസാധ്യമാണ്. കർത്താവേ, ഇതാണെങ്കിൽ ആര് രക്ഷിക്കപ്പെടും? കർത്താവ് പറയുന്നത് മനുഷ്യനാൽ അസാധ്യം, പക്ഷേ വിത്ത് ഗോഡ് എവറിഥിങ് ഈസ് പോസിബിൾ. ദൈവത്താൽ സകലവും സാധ്യമാണ്. ഇന്ന് പകലിൽ ആ വാക്യം അവിടെ നിലനിർത്തിക്കൊണ്ട് അതിനോടൊപ്പം ഞാൻ ചേർത്ത് പറയട്ടെ, ദൈവത്താൽ അസാധ്യം ആയതൊന്നുമില്ലെങ്കിൽ ഒരു ദൈവ പൈതലിനും അസാധ്യമായതൊന്നുമില്ല. അവനെ ഒന്നും തളർത്തത്തില്ല, അവനെ ഒന്നും നശിപ്പിക്കത്തില്ല. He will stand up, he will fight any dark forces. നമുക്ക് കാണാത്ത അദൃശ്യമായ അനേക ശക്തികൾ നമുക്ക് വിരോധമായി പോരാടിക്കൊണ്ടിരിക്കുക. അതിനെ കാണുവാൻ ആമേൻ നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ ഒന്ന് തുറക്കണം. ആമേൻ, ഹല്ലേലൂയ. കേയാസിയുടെ കണ്ണുകളെ തുറന്നതുപോലെ കർത്താവേ, എനിക്ക് വിരോധമായി, എൻ്റെ കുടുംബത്തിന് വിരോധമായി പോരാടുന്ന അന്ധകാര ശക്തികളെ ഇന്ന് പകലിൽ ഞാൻ കാണുവാൻ എൻ്റെ ആത്മീയ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. എൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി നിലനിന്ന് ആമേൻ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഓടുവാൻ, നിനക്ക് വേണ്ടി അധ്വാനിപ്പാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. എൻ്റെ ശരീരങ്ങളെ ഒന്ന് ശക്തീകരിക്കണം.
പ്രാർത്ഥിക്കണം. എന്നെ തളർത്തിക്കളയുന്ന, എന്നെ ഇല്ലാതാക്കുന്ന അവൻ ഏത് ശക്തികളെയും ഇന്ന് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്മേൽ ഞാൻ ജയം കൽപ്പിക്കുന്നു. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് സാധ്യമല്ല. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവേ, എൻ്റെ ആത്മാവ് അവൻ ഹല്ലേലൂയ പലപ്പോഴും അവൻ ഹല്ലേലൂയ എന്നിൽ നിരങ്ങുമ്പോൾ, എന്നിൽ വിഷാദിക്കുമ്പോൾ, പരിശുദ്ധാത്മാവേ അതിലൊന്ന് ഇറങ്ങി എന്നെ ഒന്ന് ബലപ്പെടുത്തി, എന്നെ ഒന്ന് ശക്തീകരിച്ച് നിനക്ക് വേണ്ടി നിലനിൽക്കുവാൻ ഇന്ന് ഈ പകലിലും എനിക്ക് കൃപ തരണമേ എന്നൊരു പ്രാർത്ഥന വരട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം. ആമേൻ, ഹല്ലേലൂയ. You should ask for the Holy Spirit. You should fight on your knees. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ കയ്യിലൊരു ബാൻഡ് ഇട്ടിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇതിൽ എഴുതിയിരിക്കുന്ന when I fight, I will fight on my knees. ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ എൻ്റെ വാ കൊണ്ടല്ല, എൻ്റെ കൈ കൊണ്ടല്ല, എൻ്റെ മുട്ടിൽ നിന്നുകൊണ്ട്, മുഴങ്കാലിൽ എൻ്റെ മുട്ടിൽ നിന്നുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യും. കാരണം നമുക്ക് ശത്രു ഈ കാണുന്നതല്ല. നമ്മുടെ ശത്രു, നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ കാണുന്ന വ്യക്തിയാണ് നമ്മുടെ ശത്രു അല്ല. അവനിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കണ്ണുകൾ അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. അത് പോരാടുന്ന നമ്മളെന്നൊരു വ്യക്തിയോടല്ല, നമ്മളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ തളർത്തിക്കളയുവാൻ, നമ്മളിൽ വ്യാപരിക്കുന്ന ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ, നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ ഹിതം നമ്മളെ കൊണ്ട് ചെയ്യാതെ നമ്മളെ ഇല്ലാതെ ഭൂമിയിലാക്കുവാൻ തളർത്തിക്കളയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അവൻ്റെ ശക്തിയെക്കാണ് ആ ദുരാത്മാവിൻ്റെ ശക്തി പോരാടുന്നത്. പറ്റുമോ? നമ്മൾ കാണുന്ന വ്യക്തിയൊന്നല്ല കേട്ടോ നമ്മുടെ, അവരൊക്കെ നല്ല വ്യക്തികളാണ്. പക്ഷെ അവരിൽ വ്യാപരിക്കുന്ന മനുഷ്യൻ, ഗദർദേശത്തിൽ നിന്ന് മനുഷ്യന് നല്ല മനുഷ്യനാ, പക്ഷെ അവനിൽ വ്യാപരിച്ച പിശാചാ പ്രശ്നം. ഇന്ന് പകലിൽ ആമേൻ ഹല്ലേലൂയ വ്യക്തികളല്ല നമ്മുടെ വിഷയം. ആമേൻ ഹല്ലേലൂയ. നമ്മൾ കാണാത്ത ആമേൻ ഹല്ലേലൂയ അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ദേശാധിക ശക്തികൾ മേൽ ഇന്ന് പകലിൽ വിടുതലിനും ജയത്തിനും വേണ്ടി വെച്ച് പ്രാർത്ഥിക്കണം. അതെങ്ങനെ സംഭവിക്കും? നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മുടെ ബുദ്ധിയിലുള്ള പ്രാർത്ഥന കൊണ്ട് പറ്റത്തില്ല. അതിൻ്റെ പുറത്ത് ജയം വരണമെങ്കിൽ ആമേൻ ആത്മാവിൽ ആമേനല്ല ജയമെടുക്കുന്ന, ആത്മാവിൽ നിലനിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരാതെ അതിന്മേൽ ജയം കിട്ടത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ടാകട്ടെ. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആമേൻ ഹല്ലേലൂയ. അന്യഭാഷ സഭയ്ക്കകത്ത് വന്ന് പ്രാർത്ഥിക്കുവാനുള്ളതല്ല. അന്യഭാഷ അവനവൻ്റെ ഭവനത്തിൽ ഏകനായിരുന്ന് ദൈവത്തോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും ഞാൻ ഇന്നത് എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. സഭയിലും അന്യഭാഷ സംസാരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ആമേൻ ഹല്ലേലൂയ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തൻ്റെ ആത്മീയമത്തിന് വളർച്ചയ്ക്കാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ അവൻ ദൈവത്തോട് മർമ്മം സംസാരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല, പക്ഷേ ഇഫ് യു പ്രേ ഇൻ യുവർ ടങ്സ് ഇറ്റ് വിൽ ബി അലൈൻഡ് with the Spirit of God. Amen. Hallelujah. It will be aligned with the will of God because it is by the Spirit of God. ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് തക്ക നിങ്ങൾ പ്രാർത്ഥിക്കുമെന്നുള്ളത് മറന്നു പോകരുത്. പകലിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് അത് പറ്റും ഇന്ന് പകലിൽ? ആമേൻ ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് പകലിൽ ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ നിറവ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ. എന്നിൽ വ്യാപരിച്ചിരിക്കുന്ന, എന്നിൽ നിറഞ്ഞിരിക്കുന്ന ദുരാത്മാവ് ഉണ്ടെങ്കിൽ, എന്നിൽ നിറഞ്ഞിരിക്കുന്ന എന്തേലും ആമേൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തേലും ശക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ അതിൻ്റെ മേൽ ഞങ്ങൾ ജയം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. I want to be free.
ക്രിസ്തീയ ജീവിതം ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്ത ജീവിതമല്ല. അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാ. പക്ഷേ ക്രിസ്തീയ ജീവിതം ബുദ്ധിമുട്ടും പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ തളരാതെ ദൈവത്തിന് വേണ്ടി നിലനിർത്തുന്ന ഒരു ജീവിതമാണ്. പിന്നെ നമ്മുടെ എല്ലാം വലിയൊരു തെറ്റിദ്ധാരണ, ഇന്ന പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ഇല്ലെങ്കിൽ ഇന്ന വ്യക്തി പ്രാർത്ഥിച്ചാൽ നമ്മളെല്ലാം അങ്ങ് ശരിയാകുമെന്ന. അങ്ങനെ ഒന്നുമില്ല. ലോകത്തിലുള്ള ഏത് വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നിങ്ങൾ നിങ്ങളെ തന്നെ ശരിയാക്കാതെ ലോകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശുവിൻ്റെ കൂടെ 3.5 കൊല്ലം നടന്നിട്ട് ശരിയാകാത്ത യൂദാസ്, അതിനെക്കാട്ടിലും വലിയ ഉദാഹരണം വേണം? കർത്താവായ യേശു ക്രിസ്തു പലപ്പോഴും യൂദാസിന് വേണ്ടി പ്രാർത്ഥിച്ചു കാണും, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണും. നമ്മുടെ കയ്യിലുള്ള പലതിനെയും നമുക്ക് ചെറുതായിട്ട് കാണാൻ കാരണം എന്താണെന്നറിയാവോ? നമ്മളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കാത്തതുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് ഈ പകലിൽ പറയട്ടെ, നമ്മുടെ കയ്യിലുള്ള അനേക സാധനങ്ങൾ അനേകരുടെ സ്വപ്നമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മ അനേകരുടെ സ്വപ്നമാണ്. നമ്മുടെ കുടുംബം അനേകരുടെ സ്വപ്നമാണ്. നമ്മുടെ മാതാപിതാക്കൾ അനേകരുടെ സ്വപ്നമാണ്. നമ്മുടെ സഹോദരികൾ അനേകരുടെ സ്വപ്നമാണ്. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്തുകൾ അനേകരുടെ സ്വപ്നമാണ്. നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് വിലയില്ല. വേറെ ഒരുവൻ്റെ കൈ കാണുമ്പോൾ അതിന് ഭയങ്കര വിലയാണ്. That is because you don't understand what God is. ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മയെ നമുക്ക് വിലയില്ല. നമ്മളെക്കാട്ടിലും മറ്റവരൊക്കെ എന്തോ ഉന്നതത്തിൽ നിൽക്കുക എന്നാ. നമ്മളെപ്പോഴും നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളെ നമ്മളെക്കാട്ടിലും ഉയർന്നിരിക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മുടെ ആത്മീയ കാര്യങ്ങൾ നമ്മളെക്കാട്ടിലും താണിരിക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്, ഞാൻ ആത്മീയമായി സ്ട്രോങ്ങാണ്. നോ, ആത്മീയമായി ഞാനിങ്ങനെ ഒരു ദൈവമനുഷ്യനെ കുറിച്ച് കേൾക്കുവാനിടയായി. അവനൊരു ജോഡി പുതിയ ഷൂ വേണമെന്ന് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്കൊരു പുതിയ ജോഡി ഷൂ വേണം, എൻ്റെ ഷൂ എല്ലാം പഴയതായിപ്പോയി. അല്പസമയം കഴിഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തിയെ കാണുവാനിടയായി. അവന് 2 കാലുമില്ല. അവന് ലോകത്തിൽ എത്ര വില കൂടിയ ഷൂ വാങ്ങിച്ചാലും ഇടുവാൻ അവന് 2 കാലുമില്ല. അപ്പോഴാണ് ദൈവദാസൻ പ്രാർത്ഥിച്ചത്, കർത്താവേ, എനിക്ക് പുതിയ ഷൂ അല്ല, എനിക്ക് നീ തന്നിരിക്കുന്ന 2 കാലിനായി സ്തോത്രം. നമ്മുടെ കയ്യിലുള്ള പലതിനെയും നമ്മൾ വിലമതിക്കുവാൻ പറ്റുന്നില്ല. നമ്മുടെ ബുദ്ധിമോശങ്ങളെ കൊണ്ട് പലതിനെയും നാം നഷ്ടപ്പെടുത്തുന്നു. പിന്നെ നാം നിരാശയിലേക്ക് കടന്നു പോകുന്നു. ദൈവം നമുക്ക് ബുദ്ധിയെ തരാതല്ല ഈ ഭൂമിയിലേക്ക് നമ്മളെ വിട്ടത്. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധിയെ തക്ക സമയത്തിൽ തക്കവണ്ണം ഉപയോഗിക്കാൻ പഠിക്കണം. എല്ലാം ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞ കാര്യത്തിലാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ ദൈവം നമ്മളെ ബുദ്ധിയില്ലാതെ ഈ ഭൂമിയിൽ വിട്ടേനെ. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, നല്ല അറിവ് തന്നിട്ടുണ്ട്, ജ്ഞാനം തന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഹിതത്തിന് തക്ക ജീവിപ്പാൻ ദൈവസന്നിധിയിൽ നിന്ന് ചോദിക്കണം. നമ്മൾ കാണിക്കുന്ന ബുദ്ധിമോശക്കേടിനൊന്നും ദൈവം ഉത്തരവാദിയല്ല. നമ്മൾ കാണിക്കുന്ന ബുദ്ധിമോശക്കേടുകളൊന്നും ദൈവം അല്ല അതിൻ്റെ കാരണം. എന്താ ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം? പരിശുദ്ധാത്മാവ് കാരണം. നമ്മളിൽ ആത്മാവ് നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. ഇന്ന് പകലിൽ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കും. ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിൽ ആത്മാവ് നിറയട്ടെ, എന്നിൽ ആത്മാവ് നിറയട്ടെ. ഐ വാണ്ട് ഫ്രം യു ഗാഡ്. എനിക്ക് നീ തരണം. കണ്ണുകളടയ്ക്കാവോ?
പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭീരുവായ പത്രോസിനെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് തന്നെ അന്ന് പിടിക്കപ്പെട്ടാൽ താൻ ചാട്ടവാറം കൊണ്ട് അടിക്കപ്പെടുകയോ ഏതായാലും കൊല്ലപ്പെടുകയില്ല. യേശുവിൻ്റെ കൂടെ നടന്നുകൊണ്ട് എല്ലാവരെയും കൊല്ലത്തൊന്നുമില്ലല്ലോ. ഭീരുവായിരുന്ന പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഐ എം നോട്ട് വർതി ടു ഡൈ ലൈക്ക് മൈ മാസ്റ്റർ. എൻ്റെ യജമാനെ പോലെ ഞാൻ മരിപ്പാൻ യോഗ്യനല്ല. അവൻ്റെ കാലുകളെ ചുംബിച്ചുകൊണ്ട് ഞാൻ മരിക്കണം. എന്നെ തലകീഴ് ക്രൂസിഫൈ മീ അപ്സൈഡ് ഡൗൺ സോ ദാറ്റ് ഐ ക്യാൻ കിസ് ഹിസ് ഫീറ്റ് വൈൽ ഐ ഡൈ. മുക്കുവനായിരുന്ന പത്രോസിനെ സഭയുടെ ഒന്നാമത്തെ പോപ്പായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവില. ഭീരുവായിരുന്ന പത്രോസ് ദൈവത്തിന് വേണ്ടി ഓടുവാനും തൻ്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി അർപ്പിപ്പാനും കടമായത് പരിശുദ്ധാത്മാവാ. നമുക്ക് ആത്മഭാരമുള്ളത് നല്ലതാ, സഹായിപ്പാൻ മനസ്സുള്ളത് നല്ലതാ. പക്ഷേ ഇറ്റ് ഹാസ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദ സ്പിരിറ്റ്. പകലിൽ ആ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിലേക്ക് കണ്ണുകളടയ്ക്കാം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഞങ്ങൾ കേട്ട ഈ ദൈവിക വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ എളിയവനും ദോഷിയും ഭാവിയുമായി എന്നേൽ ആമേൻ ഹല്ലേലൂയ എൻ്റെ വായിൽ കൂടെ ആമേൻ നിന്റെ ജനത്തോട് സംസാരിപ്പാൻ നീ തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. പൗലോസിന്റെ ഭാഷയിൽ ആമേൻ ഹല്ലേലൂയ പറഞ്ഞാൽ ഈ മൺപാത്രങ്ങളിൽ നീ പകർന്ന ഈ നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഈ കേട്ട ദൈവിക വചനം ആർക്കും ശിക്ഷാവിധിയായി തീരരുത്. ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായി തീരുവാൻ, ആത്മനിറവുള്ള ഒരു ജീവിതം ജീവിക്കുന്നവരായി ഞങ്ങൾ മാറുവാൻ ഞങ്ങൾക്ക് കൃപ തന്നാട്ടെ. ആരെയും തളർത്തുന്ന, ആരെയും ഇല്ലാതാക്കുന്ന ആമേൻ ഹല്ലേലൂയ ഒരു വാക്കുകൾ ഞങ്ങളുടെ വായിൽ നിന്ന് വരുവാനിടയാകരുതേ. എല്ലാരോടും സ്നേഹത്തോടെ ഇടപെടുവാൻ, എല്ലാരോടും പോസിറ്റീവായി സംസാരിപ്പാൻ ഈ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന വ്യക്തികളായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിരോധമായി, ഞങ്ങളുടെ കുടുംബത്തിന് വിരോധമായി, ഞങ്ങളുടെ സഭയ്ക്ക് വിരോധമായി, ഞങ്ങളുടെ ദേശത്തിന് വിരോധമായി പോരാടുന്ന അന്ധകാര ശക്തികൾ മേൽ ഞങ്ങൾക്ക് ജയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതു സമയവും ആത്മാവിൻ്റെ നിറവുള്ളവരായി ജീവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും സങ്കീർത്തനങ്ങൾ കൊണ്ടും ആമേൻ ആത്മീയ ഗീതങ്ങൾ കൊണ്ടും ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തെ ആമേൻ ഹല്ലേലൂയ വിശുദ്ധിയിലും വേർപാടിലും സൂക്ഷിക്കുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തട്ടെ. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ പിതാവേ, ആമേൻ.